The world's greatest wedding collection. Emmanuel Silks, M Space Shopping Center, Mele Patambi. Also at Kannur, Kanyanad, Payyanur and Irati. പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ, ഫണ്ടുകൾ റോഡ് നവീകരണത്തിന് ഉപയോഗിക്കാൻ കഴിയണമെന്ന് ടി ബൽറാം. തൃത്താല മണ്ഡലത്തിലെ റോഡ് തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് UDFന്റെ നേതൃത്വത്തിൽ തൃത്താല PWD ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി ബൽറാം. തൃത്താല മണ്ഡലത്തിലെ റോഡ് തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് UDFന്റെ നേതൃത്വത്തിൽ തൃത്താല PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മണ്ഡലത്തിലെ തകർന്ന മുഴുവൻ റോഡുകളും ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു UDF തൃത്താല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. PWD ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസ് തമ്മിൽ ഏറെ നേരം ഉന്തുന്തള്ളും ഉണ്ടായി. ഉപരോധ മാർച്ചിന് കടന്നു വരികയാണ്. മുൻ MLAയും ACC അംഗവുമായ ടി ബൽറാം സമരം ഉദ്ഘാടനം ചെയ്തു. ഫ്ലെക്സ് ബോർഡുകളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് മാത്രം മണ്ഡലത്തിലെ റോഡുകളുടെ തകർച്ചയ്ക്ക് പരിഹാരമാവില്ലെന്നും ഫണ്ടുകൾ റോഡിൽ ചെലവഴിക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ടി ബൽറാം സൂചിപ്പിച്ചു. ഈ നാടിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല, ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഉയരുന്ന ചോദ്യം. അദ്ദേഹത്തിൻ്റെതായി ആഴ്ചയ്ക്ക് നമ്മൾ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ റോഡുകളുടെയും പേര് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ഞങ്ങൾ ഫണ്ട് അനുവദിച്ചു എന്നുള്ള പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് 3-4 വർഷങ്ങളായി. പക്ഷെ 3 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഫണ്ടും 4 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഫണ്ടും ഇതുവരെയായി റോഡിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഈ പ്രഖ്യാപനങ്ങൾ മുഴുവൻ ഫേസ്ബുക്കിൽ മതിയോ എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. ഇത് മുഴുവൻ ഫ്ലെക്സ് ബോർഡിൽ അടിച്ചു വച്ചാൽ ജനങ്ങൾക്ക് അതുകൊണ്ടുള്ള വല്ല പ്രയോജനമുണ്ടോ? ആ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് റോഡ് നിർമ്മാണം നടക്കുന്നില്ല? എന്തുകൊണ്ട് ഓട്ടോ അടയ്ക്കാൻ പോലും കഴിയുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ നിർമ്മിച്ച റോഡ് തൊട്ടു പിന്നാലെ തകർന്നു പോകുന്നു എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വരുന്ന ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ പോലും ജനങ്ങൾ അദ്ദേഹത്തെ ഏത് നിലയിലാണ് വരവേറ്റത് എന്ന് ഈ തൃത്താലക്കാർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. UDF ചെയർമാൻ TK സുനിൽകുമാർ, കൺവീനർ SMK തങ്ങൾ, PA സലാം, PV മുഹമ്മദ് അലി, വിനോദ് കങ്കത്ത്, റഷീദ് കൊഴിക്കര, മറ്റു UDF നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു.